Hello, Namaste. Welcome back to WinTrader. ഇന്നത്തെ WinTrader ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഡോക്ടർ റെഡ്ഡിയുടെ ചാർട്ടാണ്. ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ പഞ്ചാൻ പോകുന്നത്. ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. ഇൻട്രാഡേ വൈസ് ഞാൻ 5 മിനിറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേഖലയിൽ കാണാൻ പറ്റും ടൈം ഫ്രെയിം ലൈക്ക് 1 മിനിറ്റ്, 5 മിനിറ്റ്, 50, 30, 1 hour, H4, D1, വീക്ക്, മന്ത്. അത് നമ്മൾ ഏത് ട്രേഡിംഗ് സ്റ്റൈലാണ് നമ്മൾ അതായത് നമ്മളൊരു സ്കാൽപ്പിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് 1 മിനിറ്റിലോട്ട് സെറ്റ് ചെയ്യുക. ഇൻട്രാഡേ നോർമലി നമ്മൾ 5 മിനിറ്റിലാണ് ചെയ്യുന്നത്. ഇൻട്രാഡേ 5 and 15 ചെയ്യും, പക്ഷേ മോസ്റ്റ്ലി നമ്മളിവിടെ ചെയ്യുന്നത് 5 മിനിറ്റിലാണ്. പിന്നെ ഷോർട്ട് ടൈം പൊസിഷൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 hour, 4 hour ചെയ്യണം. ലോങ് ടൈം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ് അറിയണം, ഏത് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അറിയണമെന്നുണ്ടെങ്കിലും ലോങ് ടൈം നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആ ലോങ് ടൈമിൽ ഏത് ട്രെൻഡാണ്, അത് ഡൗൺ ട്രെൻഡിൽ പോണ സ്റ്റോക്കാണോ അപ്പ് ട്രെൻഡിലോട്ട് പോകണയാണോ, ഫ്യൂച്ചറിൽ എങ്ങനെ അതിന് അത് അപ്പ് ട്രെൻഡിലോട്ട് പോകുമോ ഡൗൺ ട്രെൻഡിലോട്ട് പോകുമെന്നൊക്കെ നമുക്ക് നോക്കാനുള്ളൊരു ഇതാണ് ഈ ഹയർ ടൈം ഫ്രെയിം ലൈക്ക് D1 വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഉപയോഗിച്ച് അതിന് നമുക്ക് ലോങ് ടൈമിൽ ഏത് പൊസിഷൻ ആണെന്നുള്ള ട്രെൻഡാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് ആ ടൈം ഫ്രെയിം മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ചാർട്ട് ഡോക്ടർ റെഡ്ഡിയാണ്. അത് ഇൻട്രാഡേ ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ വരുന്നത്, മേഖലയിൽ കാണിക്കുന്നത് 4345.70 ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. ഡോക്ടർ റെഡ്ഡിയുടെ മാർക്കറ്റ് വാല്യൂ ആണിത്. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ വരുന്നതാണ് ഡേ ബ്രേക്ക് ലൈൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യിക്കുന്ന ഇവിടുന്ന്, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഈ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ. രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൺഫർമേഷൻ നോക്കാം. അതായത് സിഗ്നൽ വരുന്ന അതേ ടൈമിൽ നമുക്ക് ഇൻഡിക്കേഷൻ വരും, ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണമെന്നുള്ള ഡീറ്റെയിൽസ് ഇത് അലേർട്ട് മെസ്സേജിൽ എഴുതി വരും. സെയിം ആ നമ്മൾ മുകളിൽ നോക്കിയാൽ മതി. ബൈ വന്നിരിക്കുന്നത് 4305.85 ടൈം 9:55 വന്നതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അറൗണ്ട് 44 പോയിൻറ്റ്സ് മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് തന്ന ടാർഗറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ കൺഫേം ആണോ അല്ലേ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ വന്ന ശേഷമാണ് നമ്മൾ കൺഫർമേഷൻ നോക്കേണ്ടത്. ബൈ സിഗ്നൽ വന്ന ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് കൺഫർമേഷൻ ഇതുപോലെ എഴുതി കാണിക്കണം, പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷമാണ് നോക്കേണ്ടത്. താഴത്തൊരു ബാറില്ലേ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാർ ഗ്രീനിലോട്ട് വന്നിരിക്കണം. അതായത് ആരോ വന്നതിന് ശേഷം പ്രൈസ് ഇവിടെ ബൈ സോൺ കാണിക്കണം ആൻഡ് ആരോയുടെ താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. രണ്ട് കൺഫർമേഷനും കിട്ടണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. അതനുസരിച്ച് ഏറ്റവും താഴ്ന്ന് നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് കാണിച്ചു തരും. അതും ട്രെയിലിംഗ് ആണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് ടാർഗറ്റ് 3 ടാർഗറ്റും കാണിച്ചു തരും. ഇപ്പം നമുക്ക് 9:55 വന്ന സിഗ്നലാണ്. ഇപ്പം ടൈം എന്ന് വെച്ചാൽ 11:30. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കയറിയിട്ട് മാർക്കറ്റിൽ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇപ്പോൾ ഇത് കണ്ട ഈ റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്, അത് ട്രെൻഡ് ലൈനാണ്. ഇതിപ്പോൾ ഗ്രീൻ ലൈൻ അപ്പ് ട്രെൻഡിനെ ഡൗൺ, ഇത് റെഡ് ഡൗൺ ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രൈസ് താഴോട്ട് ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ റെഡ് ലൈൻ കാണിക്കുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത് താഴത്തെ നമ്മുടെ കൺഫർമേഷൻ ബാർ ഗ്രീനാണ്. പ്രൈസ് ഇപ്പം ബൈ സോണിൽ തന്നെയാണ്. അതായത് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് പിന്നെയും മാർക്കറ്റ് കയറി പോകാനുള്ള ചാൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ ഇത് കണ്ട് ഇതെല്ലാം മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും മേലോട്ട് തന്നെ കയറി പോകണമെങ്കിൽ സോഫ്റ്റ് നമുക്ക് റീ എൻട്രി ഓപ്ഷൻ തരും. റീ എൻട്രി എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റ് കയറിയ സമയത്ത് മാർക്കറ്റ് കയറിപ്പോയില്ല, അപ്പോൾ ആ ടൈമിൽ മാർക്കറ്റിന് ആ പ്രൈസിനെ ബേസ് ചെയ്തൊരു എൻട്രി പോയിന്റ് പറഞ്ഞു തരും, നമുക്കൊരു എക്സിറ്റ് ലെവലും കാണിച്ചു തരും. അതാണ് ഈ റീ എൻട്രി സജഷനിൽ ഇപ്പോൾ വെയിറ്റ് ആണ് കാണിക്കുന്നത്. റീ എൻട്രി വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻട്രി പോയിന്റും എക്സിറ്റ് ലെവലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സെയിം സ്ട്രാറ്റജി ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ സെയിം സ്ട്രാറ്റജി നിങ്ങൾക്കൊരു കമ്മോഡിറ്റി ട്രേഡ് ആണെങ്കിൽ കമ്മോഡിറ്റി യൂസ് ചെയ്യാം, ഫോറക്സിൽ യൂസ് ചെയ്യാം, കോമെക്സ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. NSE തന്നെ നമുക്ക് ഓപ്ഷൻസും ഉണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻസും ഉണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇതിനകത്ത് പ്രിഡിക്ഷണൽ അനാലിസിസ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം മാർക്കറ്റിൽ എന്താണെന്നുള്ള ലൈവ് നമ്മൾ സോഫ്റ്റ്വെയറിൽ കാണാൻ പറ്റും. റിയൽ ടൈം ഡാറ്റയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. റിയൽ ടൈം മാർക്കറ്റിൽ അത് ഏത് സ്റ്റോക്ക് എടുത്തില്ല അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എല്ലാം നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ടിക്ക് ബൈ ടിക്ക് ഡാറ്റയാണ്, ഒരു ഡിലേ ഇല്ലാത്തതാണ്.
പിന്നെ ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്ന പോയിന്റും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും എല്ലാം ഇതിനകത്ത് കാണിച്ചിട്ട് ഇപ്പം ഇത് ഡോക്ടർ റെഡിയിൽ ഇത് കണ്ട ഈ ബ്ലൂ സ്റ്റാർസ് അതാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് പോയിന്റാണ് 4337-35 37-35 ഒരു സപ്പോർട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോകും. ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലെന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 46.10 മാർക്കറ്റ് വാല്യൂ നിൽക്കുന്നത്. 65.80 ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അതായത് 4365.80 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് കയറിപ്പോകും. ഇതുപോലെ നിങ്ങൾ ഏത് ചാർട്ട് എടുത്തിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലും റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവാണ്, റിയൽ ടൈമിൽ ലൈവിലാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾ ലൈവായിട്ട് കാണാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ലൈവ് കാണിച്ചു തരും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ചെക്കിങ് ദ ഡെമോ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ, നിങ്ങൾക്ക് ഏത് സിസ്റ്റം ഉള്ള ആ ഡയറക്റ്റ് നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിനകത്തൊരു ട്രെയിനിങ് സെഷൻ, ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഫസ്റ്റ് ടൈം മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ മാർക്കറ്റ് വാച്ചാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാർക്കറ്റ് വാച്ച്. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ആഡ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി വരും. ഇപ്പോൾ ഇത് നമ്മുടെ വേർഷൻ എന്ന് പറയുമ്പോൾ 8.1 ആണ്. നമ്മളിത് 13 വർഷമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് വേർഷൻസ്. ഇതാണ് 8.1. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്കാനറും കൂടെ വരും. അപ്പോൾ ആ സ്കാനർ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ അതിനകത്ത് ഇതുപോലെ സിഗ്നൽസ് കാണിച്ചിട്ട് ഇതെല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല കേട്ടോ. ഈ സിഗ്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. കാരണം ഈ സ്കാനറിൽ നമുക്ക് 3 തരത്തിലുള്ള സിഗ്നൽസ് ആണ് വരുന്നത്. അത് ഡയറക്റ്റ് എൻട്രി ആകാം. ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ ആരോ കൂട്ടത്തിലുള്ള സിഗ്നലിനെയാണ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അല്ല ഞാൻ റീ എൻട്രിയുടെ കാര്യം പറയില്ല. ആ റീ എൻട്രി നിങ്ങൾക്ക് സ്കാനറിലും കിട്ടും. പിന്നെ ഈ ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രെൻഡ് ലൈൻ സംടൈംസ് ഈ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് നമുക്ക് സിഗ്നൽസ് പറഞ്ഞുതരും. അപ്പോൾ അത്ര ഈ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ നമുക്ക് ലൈഫ് ടൈം സപ്പോർട്ടും കിട്ടും. അതായത് നമ്മൾ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും, അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9061973737 ആണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോളും ചെയ്യാം, ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്, മെസ്സേജും അയക്കാം. ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. www.wintradersoft.com അത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനകത്തൊരു റിവ്യൂസ് പേജ് ഉണ്ട്. അത് റിവ്യൂസ് പേജ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറിജിനൽ റിവ്യൂസ് ആണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് ലൈവ് തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ തന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേച്ചാൽ മതി. എൻ്റെ പേര് ഗംഗ എന്നാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.